പ്രിയപ്പെട്ട SKN ശ്രീകണ്ഠൻ നായർ അവർകളോട് സാദരം സമക്ഷം. താങ്കൾ വളരെ സാത്വികനാണ്. താങ്കളുടെ ഭാര്യയെക്കുറിച്ചൊരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് വന്നപ്പോൾ താങ്കൾ വളരെ വൈകാരികമായി ആ പോസ്റ്റ് വരാൻ പാടില്ലായിരുന്നു. അങ്ങനെ കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കാൻ പാടില്ല. സത്യസന്ധം പറയുന്നതാണ്. മാധ്യമപ്രവർത്തനം താങ്കൾ CPMൻ്റെ വേദികളിൽ പോയി സമ്മേളനങ്ങളിൽ പോയി പറഞ്ഞു. സമ്മേളനം മീൻസ് അനുബന്ധ സമ്മേളനങ്ങളിൽ പോയി പറഞ്ഞു. മാധ്യമ സെമിനാറുകളിൽ പോകാം. തീർച്ചയായിട്ടും CPM നടത്തിയ മാധ്യമ സെമിനാറിൽ പോയി പറഞ്ഞു. അതിവൈകാരികമായിട്ട് പറഞ്ഞു. താങ്കൾ നമ്മൾ തമ്മിൽ എന്നുള്ള പരിപാടി ഏഷ്യാനെറ്റ് ചെയ്യുന്ന കാലം മുതൽ താങ്കളോടൊരു സ്നേഹവും ബഹുമാനവും നമ്മൾ തമ്മിൽ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോലും വലിയ റെസ്പെക്റ്റാണ്. ഞാൻ 24-ൽ ഒരുപാട് ചർച്ചകൾക്ക് ഹാഷ്മിയും അതുപോലെ തന്നെ ഗോപികൃഷ്ണനും ഒക്കെ വിളിക്കുന്ന ഒരുപാട് ചർച്ചകൾക്ക് വരാറുണ്ട്. ഈ ഇടയ്ക്കും വന്നിരുന്നു. പക്ഷേ നിങ്ങൾ കന്യാസ്ത്രീ വിഷയത്തിൽ നിങ്ങളുടെ ഒരു ഫെയർനെസ് ഇല്ലാത്ത വാർത്തയെ സൂചിപ്പിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അത് കുറച്ചുകൂടെ ഫെയർ ആവാം, നമുക്ക് കുറച്ചുകൂടി ജെൻറ്റിൽമാൻഷിപ്പ് ആവാം. SKN ശ്രീകണ്ഠൻ നായർ സാറേ, ഞാൻ സൗകര്യത്തിന് വേണ്ടി, ഞാനും ഒരു ജേർണലിസം ആളായതുകൊണ്ട് SKN എന്ന് വിളിക്കാം, ഒരു സൗകര്യത്തിന് വേണ്ടി. അപ്പോൾ SKN, പ്രിയപ്പെട്ട SKN, അത് ശരിയായില്ല. നിങ്ങൾ പറഞ്ഞു അനൂപ് ആൻ്റണി രാവിലെ പറഞ്ഞത് വൈകുന്നേരം മലക്കം മറിഞ്ഞു എന്ന് പറഞ്ഞു. എന്താണ് രാവിലെ അനൂപ് ആൻ്റണി പറഞ്ഞത്? രാവിലെ അനൂപ് ആൻ്റണി പറഞ്ഞത്, അനൂപ് ആൻ്റണി യുവമോർച്ചയുടെ ദേശീയ നേതാവായി ഡൽഹിയിൽ ഉണ്ടായിരുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് അവിടുത്തെ ആഭ്യന്തരമന്ത്രിയും ഇപ്പോഴത്തെ ഉപമുഖ്യമന്ത്രിയും, എവിടെ, ഛത്തീസ്ഗഡിൽ. അപ്പോൾ ഇവിടെ ഈ വിഷയം ഉണ്ടായത് തന്നെ ചരിത്രത്തിലാദ്യമായി BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് രാജീവ് ചന്ദ്രശേഖർജി വന്നതിന് ശേഷം ചരിത്രത്തിലാദ്യമായി ഇങ്ങനെ വടക്കേ ഇന്ത്യയിൽ ഒരു കേസ് നടക്കുമ്പോൾ അപ്പോൾ തന്നെ റെസ്പോണ്ട് ചെയ്ത് വേണ്ടപ്പെട്ട എല്ലാവരും ഇടപെട്ട് നീതി നടപ്പിലാക്കാൻ ശ്രമിച്ചു. അതിൻ്റെ ഭാഗമായി മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ട, കാരണം അവർക്ക് വിശ്വാസം വരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ട ഏറ്റവും ചെറുപ്പക്കാരനായ അനൂപ് ആൻ്റണി എന്ന ജനറൽ സെക്രട്ടറി, അദ്ദേഹം ചെറുപ്പക്കാരനാണെങ്കിലും ജനറൽ സെക്രട്ടറിയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം പ്രസിഡന്റ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പോസ്റ്റുകളിലൊന്നാണ് ജനറൽ സെക്രട്ടറി. 4 ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളാണ്. അദ്ദേഹത്തെ അവിടെ അയച്ചു. അദ്ദേഹം അവിടെ പോയി വളരെ ക്രിയാത്മകമായി കാര്യങ്ങളിൽ ഇടപെട്ടു. അപ്പോൾ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഗവൺമെൻറ്റിൻ്റെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, കൺവെർട്ട് ചെയ്യുന്ന ക്രിസ്ത്യാനികളുമുണ്ട്, കൺവെർഷൻ നടത്താത്ത ക്രിസ്ത്യാനികളുമുണ്ട്. ഇവർ തൊഴിലിന് കൊണ്ടുപോയതാണ്, അതുകൊണ്ട് ജോലിക്ക് കൊണ്ടുപോയതാണ്, ഇവർ കൺവെർഷൻ കൊണ്ടുപോയതല്ല, അതുകൊണ്ട് മനുഷ്യക്കടത്തല്ല, ഇതിനകത്ത് മതം മാറ്റം ഇല്ല എന്നൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അപ്പോൾ ആ വിഷയം കോടതിയിൽ പറയും എന്ന് അനൂപ് ആൻ്റണി രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ ഇത് ബ്രീഫ് ചെയ്തിട്ടുണ്ട്, അത് മിക്കവാറും കോടതിയിൽ പോലീസിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി വരും എന്ന് അനൂപ് ആൻ്റണി പറഞ്ഞു. ഇത് വാർത്തയായി വന്നു. വൈകുന്നേരം അനൂപ് ആൻ്റണിയോട് പത്രപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, എന്തായി അവിടെ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് അനൂപ് ആൻ്റണി ചോദിക്കുന്നുണ്ട്, ഇതെന്തുകൊണ്ട് രാവിലെ പറഞ്ഞ അനൂപ് ആൻ്റണി പറഞ്ഞ കാര്യം വൈകിട്ട് നടന്നോ? അനൂപ് ആൻ്റണി പറഞ്ഞു, കോടതിയിൽ നടന്ന കംപ്ലീറ്റ് വെർഷൻ ഞാൻ കേട്ടിട്ടില്ല, എന്തായാലും ടെക്നിക്കലായി പ്രശ്നമുണ്ട്, ഇതല്ല പ്രശ്നം, ആ പറയാത്തതല്ല പ്രശ്നം, അത് പറയാൻ അവസരം കിട്ടാത്തതാണ് പ്രശ്നം. എന്തുകൊണ്ട് അവസരം കിട്ടിയില്ല? ഇനി ഞാൻ LLB കൂടെ പഠിച്ചിട്ടുള്ളത് കൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നില്ല SKN, എന്നാലും എൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് കിട്ടിയ ഒരു വിവരം വെച്ച് ഞാൻ പറയട്ടെ. നമ്മൾ കോടതിയിൽ കൊണ്ടുവരും, ഇപ്പോൾ സാധാരണ മജിസ്ട്രേറ്റ് കോടതിയിൽ കൊണ്ട് അല്ലെങ്കിൽ മുനിസിപ്പൽ കോടതിയിൽ കൊണ്ടൊരു കേസ് കൊടുത്തു, ഏറ്റവും താഴെയുള്ള ഒരു കോടതിയിൽ കൊണ്ടൊരു കേസ് കൊടുത്താൽ ആ കേസിന് നമ്പർ ഇട്ട് ആധാർ ഉണ്ടോ, മറ്റ് ഡീറ്റെയിൽസ് ഉണ്ടോ, പേപ്പേഴ്സ് ഉണ്ടോ, FIR ഇല്ലെങ്കിൽ പോലും ബാക്കി എല്ലാം ഉണ്ടോ എന്ന് നോക്കിയിട്ട് കേസ് എഴുതും, കേസിന് നമ്പർ ഇടും. നമ്പർ ഇട്ടതിന് ശേഷം ആൾ ജയിലിലാണെങ്കിൽ അന്ന് തന്നെ എടുക്കാൻ സാധ്യതയുണ്ട്, കാര്യം ജാമ്യം കിട്ടണമല്ലോ. എടുക്കുമ്പോൾ അവർ ആദ്യം നോക്കുന്നതാണ് കേസ് എടുത്തു എന്ന് പറഞ്ഞാൽ അതിനോട്ട് പേപ്പർ വാങ്ങിച്ചു, ജഡ്ജി കയ്യിൽ വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം കേസ് സ്വീകരിച്ചു എന്നല്ല. അതിലൊരു ടെക്നിക്കൽ ഹിച്ച് ഉണ്ട് അതിനകത്ത്. ആ കേസ് എടുത്ത് വായിച്ചു നോക്കിയപ്പോഴാണ്, അയ്യോ ഇത് പ്രൊവിഷൻസ് വേറെയാണല്ലോ, നമ്മളെ കയ്യിൽ നിൽക്കുന്ന പ്രൊവിഷൻസ് അല്ലല്ലോ ഇത് എന്ന് മനസ്സിലാക്കി അങ്ങ് മടക്കി കൊടുക്കുകയാണ് ചെയ്തത്. അല്ലാതെ അവരുടെയൊക്കെ പ്രൊവിഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ, ആദ്യത്തെ കോടതിയിൽ പ്രൊവിഷൻ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെ ഫിലാസ്പൂറിലെ 2ാമത്തെ സെഷൻ കോടതിയിൽ പ്രൊവിഷൻ ഉണ്ടായിരുന്നെങ്കിൽ അവർ ആ കേസ് എടുക്കുകയും ഈ വാദം കേൾക്കുകയും, ആ വാദം കേൾക്കുമ്പോഴാണ് ഗവൺമെൻറ്റിൻ്റെ വക്കീൽക്ക് പറയാൻ പറ്റുന്നത്, സാർ ഇത് ഇങ്ങനെയാണ് കേസ്, ഇത് മതപരിവർത്തനമൊന്നും അല്ല എന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന വിവരമെന്ന് പോലീസിന് വേണ്ടി പറയാൻ പറ്റുന്നത്. ഞങ്ങൾ ഇങ്ങനെയാണ് അറസ്റ്റ് ചെയ്തത്, എന്നാൽ ഓരോ ജാമ്യത്തിൽ വിടാമെന്ന് പറയാൻ പറ്റുന്നത് വാദം വരുമ്പോഴാണ്, കേസെടുക്കുമ്പോഴല്ല. അപ്പോൾ ഇത് കോടതിയിലോട്ട് കൊടുത്തു. ആദ്യം തന്നെ ജഡ്ജി ഇത് നോക്കുമ്പോൾ മനസ്സിലായി, നിങ്ങൾ എന്താ നിങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞു, ഇതാണ് പ്രശ്നം എന്ന് പറയുമ്പോൾ ജഡ്ജി പേപ്പർ നോക്കുമ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മനുഷ്യക്കടത്താണ്, കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മതം മാറ്റമാണ്. ഇത് രണ്ടും താഴത്തെ കോടതിക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ആദ്യത്തെ കോടതി റിജക്ട് ചെയ്തത്, തൊട്ടടുത്ത മുകളിലത്തെ കോടതിയിൽ വിട്ടത്. ആ കോടതി നോക്കിയപ്പോഴാണ് ഇത് എടുക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് നിന്നപ്പോഴാണ് NIAയുടെ ഒരു ആക്ട് കിടപ്പുണ്ട്, പാർലമെന്റിൽ പാസ്സാക്കിയ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ NIAയുടെ ഒരു ആക്ട് കിടപ്പുണ്ട്. അതിൽ പറയുന്നു മനുഷ്യക്കടത്താണെങ്കിൽ NIAക്കാർ അന്വേഷിക്കണം. അപ്പോൾ NIAക്ക് കോടതിയുണ്ട്, സ്പെഷ്യൽ കോടതിയുണ്ട്, ബിലാസ്പൂരിലുണ്ട്. അപ്പോൾ പിന്നെ സെഷൻസ് കോടതി എന്താ പറഞ്ഞത്, ഇതിൻ്റെ മെരിറ്റിലേക്ക് കടക്കുന്നില്ല, ഈ കേസിൻ്റെ മെരിറ്റിലേക്ക് കടക്കുന്നില്ല. വളരെ കൃത്യമാണ് ആ കാര്യം.
കേരളത്തിലെ BJP-കാരാവട്ടെ, RSS-കാരാവട്ടെ, സംഘപരിവാറാവട്ടെ, ക്രിസ്ത്യാനികളാകട്ടെ, സുഡാപ്പി ആവട്ടെ, കമ്മി ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, മാർക്സിസ്റ്റ് ആവട്ടെ, മാപ്രകളാകട്ടെ, എല്ലാവരും കേൾക്കാനാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത്. അതായത് ഈ കേസിന്റെ മെരിറ്റ് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ കേസ് എടുക്കാൻ കഴിയില്ല. ഞാനാണ് ജഡ്ജിയെങ്കിൽ ഞാൻ പറയുന്നു, എനിക്ക് ഈ കേസ് എടുക്കാൻ പറ്റില്ല. കാരണം എൻ്റെ അധികാര പരിധിക്ക് വരുന്നതല്ല ഇത്. എൻ്റെ അധികാര പരിധിക്ക് മുകളിലുള്ള NIA കോടതിയുടെ അധികാരത്തിലുള്ള ഒരു കാര്യത്തിൽ ഐ ഹാവ് നോ കമന്റ്. എനിക്ക് കമന്റ് ഇല്ല. അതുകൊണ്ട് പേപ്പേഴ്സ് ഇതാ കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കേസ് തള്ളി എന്നല്ല. നിങ്ങൾ എല്ലാ മാധ്യമപ്രവർത്തകരും എഴുതി കാണിക്കുന്ന കേസ് തള്ളി എന്നാണ്. നിങ്ങൾ എഴുതി കാണിക്കേണ്ടിയിരുന്നത് അവിടുത്തെ സെഷൻസ് കോടതി കേസ് സ്വീകരിച്ചില്ല എന്നാണ് എഴുതേണ്ടത്. സ്വീകരിച്ചില്ല എന്ന് എഴുതുന്നതും തള്ളി എന്ന് പറയുന്നത് നല്ലതല്ല. തള്ളി എന്ന് പറയുമ്പോൾ വാദമെല്ലാം കേട്ട് ജാമ്യം കൊടുത്തില്ല എന്നുള്ളൊരർത്ഥമുണ്ട്. നിങ്ങൾ അതുപോലെ തന്നെ എഴുതി കാണിക്കുന്നുണ്ട് ജാമ്യം കൊടുത്തില്ല എന്ന്. കൊടുക്കണോ വേണ്ടതെന്ന് പരിശോധിക്കാതെ തന്നെ എങ്ങനെ കൊടുക്കും? അതാണ് വളരെ കൃത്യമായ ചോദ്യം. അപ്പോൾ കൊടുക്കണോ വേണ്ടോ എന്ന് പരിശോധിക്കണമെങ്കിൽ അതിന് പ്രൊവിഷൻ വേണം അവർക്ക് നോക്കാൻ. അവർ നോക്കിയപ്പോൾ സെഷൻസ് കോടതിക്ക് അതിന് പ്രൊവിഷൻ ഇല്ല. ആ ജഡ്ജി എങ്ങനെയാണ് പിന്നെ അതിനകത്ത് ഇത് കൊടുക്കുക? അപ്പോൾ പ്രൊവിഷൻ ഇല്ലാത്തത് കൊണ്ട് ഇത് എൻ്റെ കയ്യിൽ പ്രൊവിഷൻ ഇല്ല, എൻ്റെ പർവ്യൂവിൽ വരുന്നതല്ല, എനിക്ക് ഈ കേസ് പഠിക്കാൻ കഴിയില്ല, എനിക്ക് ഈ കേസ് വാദിയുടെയോ പ്രതിയുടെയോ പബ്ലിക് പ്രോസിക്യൂട്ടറിൻ്റെയോ പോലീസിൻ്റെയോ വാദം കേൾക്കാൻ എനിക്ക് അവകാശമില്ല, എനിക്ക് അധികാരമില്ല. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് എനിക്കിതിന് കേട്ടാൽ എനിക്കെതിരെ നടപടി വരും. ഞാൻ എന്തിന് കേസ് വാദം കേട്ടു, അതുകൊണ്ട് ദയവായി നിങ്ങൾ എടുത്തുകൊണ്ട് പോകണം എന്നാണ് ജഡ്ജി പറഞ്ഞത്. അതുകൊണ്ടാണത് അടുത്ത കോടതിയിലേക്ക് പോയത്, NIA കോടതിയിലേക്ക് പോയത്. അതേസമയം NIA-യുടെ ആക്ടിൽ അങ്ങനെ ഒരു മനുഷ്യക്കടത്തെന്ന് പറയുന്ന ക്ലോസ് ഇല്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ വക്കീൽ ഇന്നലത്തെ ജഡ്ജി ആ കേസ് എടുക്കുമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് രാജ്യത്തെ നിയമങ്ങൾ. ഈ രാജ്യത്തെ നിയമങ്ങൾ നിൽക്കുമ്പോൾ, സത്യസന്ധമായ കാര്യങ്ങൾ നിൽക്കുമ്പോൾ നമ്മൾ 4 വോട്ടിന് വേണ്ടി, ഞാൻ പറഞ്ഞല്ലോ മോഡി രാജിവെക്കണമെന്നാണ് ആളുകൾ പറയുന്നത്, മോഡി ഉത്തരം പറയണമെന്നാണ് പറയുന്നത്. ഒരു സ്റ്റേറ്റിലെ കന്യാസ്ത്രീകളാവട്ടെ, അച്ഛന്മാരാവട്ടെ, ആരെയാവട്ടെ അറസ്റ്റ് ചെയ്താൽ മോഡി ഉത്തരം പറയണം, BJP-യുടെ അമിത്ഷാ ഉത്തരം പറയണം, സെൻട്രൽ ഗവൺമെൻറ് ഉത്തരം പറയണം, രാജീവ് ചന്ദ്രശേഖർ ഉത്തരം പറയണം. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. SKNG, അതായത് ഇങ്ങനെ ഒരു കേസ് ഉണ്ടായി. BJP-യുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ജനറൽ സെക്രട്ടറി ഇങ്ങനെ അയക്കുന്നത്. അതിനെ അപ്രീഷിയേറ്റ് ചെയ്യണ്ടേ? അവിടെ ചെന്നിട്ട് ഒരു ചെറുപ്പക്കാരനാണ്, അതും കൂടി നിങ്ങൾ കൺസിഡർ ചെയ്യണ്ടേ? വളർന്നു വരുന്നൊരു നേതാവാണ് അദ്ദേഹം. രാവും പകലും അവിടുത്തെ മന്ത്രിയെ കാണുന്നു, അവിടുത്തെ മജിസ്ട്രേറ്റിനെ പോയി കാണാൻ പറ്റില്ലല്ലോ. വക്കീലിനെ വരെയല്ലേ കാണാൻ പറ്റുള്ളൂ. മജിസ്ട്രേറ്റിനെ പോയി കണ്ടിട്ട് വെറുതെ വിടുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ആർക്കെങ്കിലും പറ്റുമോ? ബാക്കി എല്ലാവരെയും കണ്ടില്ലേ? അവിടെ നിന്ന് നന്നായി കോർഡിനേറ്റ് ചെയ്യുന്നു. ഡൽഹി അവിടെ എന്തെങ്കിലും അനൂപ് ആന്റണിക്ക് തടസ്സം വന്നാൽ, അതേ ഇനി ചെറുപ്പക്കാരനാണെന്നോ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും തടസ്സമോ എന്തായാലും ഉണ്ടായിരിക്കുകയാണെങ്കിൽ അതിനെ കൗണ്ടർ ചെയ്യാൻ രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിലാണ്. ഇനി 3-ാം തീയതി വരത്തുള്ളൂ എന്നാണ് അറിയുന്നത് സോഴ്സുകളിൽ നിന്ന്. അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ നിന്ന് കോർഡിനേറ്റ് ചെയ്യുന്നതിൻ്റെ പേരിൽ സംഘപരിവാറിൻ്റെ വാളുകളിൽ നിന്ന് പോലും, ചില RSS-ൻ്റെയോ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെയോ ചില വാളുകളിൽ നിന്ന് പോലും രാജീവ് ചന്ദ്രശേഖർജിയെ കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങൾ വരെ വന്നിരിക്കുന്നു. നിങ്ങൾ മതമൊക്കെ നടക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ മതപരിവർത്തനം കടത്തിക്കൊണ്ട് പോലാണോ കേസെന്ന് അറിയാതെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സഹായിക്കാൻ നിൽക്കുന്നു എന്നൊക്കെയുള്ള കുറ്റപ്പെടുത്തലുകൾ ഒരു വശത്ത് വരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, രാജീവ് ചന്ദ്രശേഖരൻ്റെയും അനൂപ് ആന്റണിയുടെയും കേരളത്തിൻ്റെ BJP ഘടകത്തിൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഒരു വശത്ത് കൃത്യമായ ആ സെക്കൻഡിൽ, അറിഞ്ഞ സെക്കൻഡിൽ ഈ വിഷയത്തിൽ ഇടപെടുന്നു. അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അത് അവിടുത്തെ വേറെ വിഷയമാണ്. ഇനി അറസ്റ്റ് ചെയ്യണമെന്ന് ഇവരോട് ചോദിച്ചിട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ ചെന്ന് വളരെ കൃത്യമായി ഇടപെടുന്നു. വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മൈനോറിറ്റി വിഭാഗത്തിൽ തന്നെ പെട്ട ഏറ്റവും സീനിയർ ആയിട്ടുള്ളൊരു നേതാവിനെ അങ്ങോട്ട് അയക്കുന്നു. അദ്ദേഹം അവിടെ കോർഡിനേറ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്, വൈകുന്നേരം ടെക്നിക്കലായിട്ടുള്ള വിഷയമാണ് കേസ് എടുക്കാത്തത്, അല്ലാതെ കേസ് എടുത്താലല്ലേ ഞങ്ങൾക്കിത് പറയാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ അത് കൊടുക്കാതെ SKN-നെ പോലുള്ള ഒരാൾ അത് റിപ്പോർട്ട് ചെയ്തത് ശരിയായില്ല. അങ്ങനെയാണെങ്കിൽ SKN-ന്റെ ജൂനിയർ ആയിട്ടുള്ള ആരെങ്കിലും കൊണ്ട് അത് റിപ്പോർട്ട് ചെയ്യിക്കാമായിരുന്നു. SKN അത് ശരിയായില്ല. SKN താങ്കളെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, പത്രപ്രവർത്തനത്തിൽ നമുക്ക് കുറച്ചുകൂടി മാന്യമാകാം. അത് ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനും ജനാധിപത്യത്തിൻ്റെ വളർച്ചയ്ക്കും ആവശ്യമാണ്.